എൻ്റെ മുമ്പിലുള്ളത് ശ്രീ നിസ്താർ ചാങ്ങയിലാണ്. CPIയുടെ നേതാവാണ്. അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് മെമ്പറായ ജേക്കബ് ഉമ്മൻ സാറാണ് എൻ്റെ കൂടെയുള്ളത്. നമ്മുടെ ചെട്ടുകുളങ്ങര അമ്പലത്തിലെ ഭരണി ഉത്സവം നാളെ നടക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ശ്രീ നിസ്താർ നമ്മുടെ സാറിനോട് ചോദിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ചോദിക്കാനുള്ളത്? നമ്മൾ നാളെയാണ് കുംഭപ്പർണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം 5 വർഷം കൊണ്ട് ഇതേപോലൊരു ഫെസ്റ്റിവൽ നമ്മളിവിടെ ചെയ്യാറുണ്ട്. നമ്മുടെ ഈ ഫെസ്റ്റിവലിലെല്ലാം വിശിഷ്ട ആദ്യമായിട്ട് അവിടെ എത്തപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനിക്കുന്ന സ്നേഹിതനാണ് ജേക്കബ് ഉമ്മൻ. അദ്ദേഹം നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇവിടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായ ജേക്കബ് ഉമ്മൻ സാറുണ്ട്. ഈ സാറിന് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഐതിഹ്യമുണ്ട്. സാറ് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതാണ്. ഈ അമ്പലവുമായിട്ടുള്ള വലിയ ഐതിഹ്യം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സാർ തന്നെ പ്രതിപാദിക്കും. അതാണ് നല്ലത്. ഓക്കെ. സാറ് പറഞ്ഞതുപോലെ സാറിൻ്റെ പ്രിയ സുഹൃത്താണ്, ദീർഘകാലത്തെ സുഹൃത്താണ്. സാറിൻ്റെ എല്ലാ സംരംഭങ്ങളിലും ഞാനും സഹകരിക്കാറുണ്ട്. കാരണം ഒരു സഹോദരതുല്യമായ ബന്ധമാണ് സാറുമായിട്ടുള്ളത്. സാർ കഴിഞ്ഞ 5 വർഷമായി കുംഭഭരണി ആഘോഷങ്ങളിൽ സാർ ഭാഗമാണ്. തീർച്ചയായും പ്രിയപ്പെട്ട നിസ്താർ പറഞ്ഞ പോലെ ഈ ചിറ്റുളങ്ങര ക്ഷേത്രവുമായുള്ള എൻ്റെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ചിറ്റുളങ്ങര അമ്മയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട കുടുംബമാണ് നടിയവിറ്റൽ കുടുംബം. ചിറ്റുളങ്ങരയിലെ പൗരാണിക കുടുംബമാണ് നടിയവിറ്റൽ കുടുംബം. ആ നടിയവിറ്റൽ കുടുംബവും ചിറ്റുളങ്ങര ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധവും. അഭേദ്യമായ ബന്ധം പറഞ്ഞാൽ ചിറ്റുളങ്ങര അമ്മ കരിപ്പുഴ കടവിൽ വരികയും കരിപ്പുഴ കടവിൽ അമ്മയെ തോട് കടത്തി പുതുശ്ശേരി അമ്പലത്തിൽ എത്തിച്ചത് എൻ്റെ വലിയപ്പനായ ഈനാശു മാപ്പിളയാണ്. കരിപ്പുഴ കടവിൽ നിന്നും പുതുശ്ശേരി അമ്പലത്തിൽ എത്തിച്ചത് എൻ്റെ വലിയപ്പനായ ഈനാശു മാപ്പിളയാണ്. അങ്ങനെ പുതുശ്ശേരി അമ്പലത്തിലെത്തിയ അമ്മ അവിടെ നിന്നും അപ്രത്യക്ഷമാവുന്നു. പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് ചിറ്റുളങ്ങരയിലാണ്. ഞങ്ങളുടെ നടുവേട്ടിൽ കുടുംബത്തിന് സമീപമാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെയാണ് ഈ മഹാക്ഷേത്രം ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബവുമായി അഭേദ്യമായ ബന്ധം ഈ ക്ഷേത്രത്തിലുണ്ട്. ഞങ്ങൾക്ക് വെടിവഴിപാട് അവകാശം ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ പൂർവികരെല്ലാം ചിറ്റുളങ്ങര ക്ഷേത്രത്തിലെ വെടിവഴിപാടുകളായിരുന്നു. അതിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തി കുഞ്ഞിക്കമാപ്പിളയാണ്. അദ്ദേഹം ചിറ്റുളങ്ങര ക്ഷേത്രത്തിലെ വെടിവഴിപാടുകാരനായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഓണാട്ടുകൾ അറിയപ്പെടുന്ന മൃഗചികിത്സകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 5 സഹോദരങ്ങളായിരുന്നു. അതിൽ ഏറ്റവും ഇളയ സഹോദരൻ കുഞ്ഞപ്പി. ആ കുഞ്ഞപ്പി പിന്നീട് നായർ സമുദായ അംഗമായി മാറി. കുട്ടമ്പിള്ള എന്ന പേര് സ്വീകരിച്ച് നായർ സമുദായ അംഗമായി 13 കരകളിലെയും പ്രമാണിമാരുടെ സ്ഥാനത്തിൽ അദ്ദേഹം ഹിന്ദുമതം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം പിന്നെ ചിറ്റുളങ്ങര അമ്മയുടെ ദേവിദാസനായി മാറിക്കൊണ്ട് അദ്ദേഹം ഹിന്ദുമതം സ്വീകരിച്ച് കുട്ടമ്പിള്ളയായി മാറി. അപ്പോൾ ആ തരത്തിൽ വലിയൊരു ബന്ധം ഞങ്ങളുടെ കുടുംബവുമായിട്ട് ചിറ്റുളങ്ങര ക്ഷേത്രത്തോട് ചിറ്റുളങ്ങര ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു കുടുംബമാണ് നടിയവിറ്റൽ കുടുംബം. അപ്പോൾ എത്ര വർഷക്കാലമായി കാണും ഈ